കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രായമുള്ള പള്ളിയിൽ വരാറുണ്ടായിരുന്ന ഒരു ഉപ്പയെ കണ്ടു. ഞാൻ ചോദിച്ചു, കുറേയായിട്ട് പള്ളിയിൽ വരുന്നില്ലല്ലോ? അവരുടെ കൂടെ ഉണ്ടായിരുന്ന മകൻ പറഞ്ഞു, വാപ്പക്ക് അധിക സമയം ഇരിക്കാൻ പറ്റൂല, മൂത്രം ഇങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു പോയി. ജുമാ നിസ്കാരവും മറ്റു ജമാഅത്തുകളുമെല്ലാം പൊതുവായി നടത്തപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും തഖ്ഫീഫ്, ലഘുവാക്കുക എന്നത് ഇസ്ലാം വളരെ കർശനമായി പറയുന്ന ഒരു സംഗതിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സംബന്ധിയായി ധാരാളം സംസാരിച്ചത് കാണാം. അയ്യുക്കും അമ്മന്നാസ ഫൽയുഖഫിഫ്, നിങ്ങൾ ജനങ്ങൾക്ക് പൊതുവായിട്ട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ലഘുവാക്കണം, ധാരാളമായി ദീർഘിപ്പിച്ചു കൊണ്ടുപോകരുത്. കാരണം അതിൽ കുട്ടികളുണ്ടാകും, പ്രായം ചെന്ന ഉപ്പമാരുണ്ടാകും, ക്ഷീണവും തളർച്ചയുമുള്ളവരുണ്ടാകും, അതുപോലെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതുപോലെ ഹോസ്പിറ്റലിൻ്റെ സമീപത്തൊക്കെ ഉള്ള പള്ളികളാകുമ്പോൾ അവിടെയൊക്കെ നിസ്കാരം എങ്ങനെങ്കിലും നിർവഹിക്കണം എന്ന ആഗ്രഹത്തോടെ പള്ളിയിൽ വരുന്നവരാണ്. അവർക്കേറെ സമയമുണ്ടായിട്ട് വരുന്നവരല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറയാ, വൈദാ സ്വല്ലാ ലിനഫ്സിഹി, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഫല്യുതവ്വിൽ മാ ശാഅ, ഉദ്ദേശിച്ച അത്ര നീട്ടിക്കൊണ്ടുപോയിക്കോ. 2 ജുസുവും 2.25 ജുസുവും ഒക്കെയുള്ള വലിയ വലിയ സൂറത്തുകൾ ഓരോ റക്കായത്തുകളിലും ഓതിയ സംഭവങ്ങൾ മുത്തുനബിയുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്തുണ്ട്. അതൊക്കെ എവിടെയായിരുന്നു എന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരാളുടെ പിറകിലും പൂർണാർത്ഥത്തിലും വളരെ ലഘുവായതുമായ വിധത്തിൽ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ വെച്ച് നിസ്കരിച്ചതിനേക്കാൾ. അപ്പം നബി തങ്ങളുടെ പിറകിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ പൂർണ്ണമായ നിസ്കാരം. ഇപ്പോൾ ലഘുവാക്കണം എന്ന് പറഞ്ഞാൽ 2 സുജൂദുള്ളത് 1 സുജൂദ് ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതല്ല, പൂർണ്ണമായിട്ട് തന്നെ നിസ്കാരം നിർവഹിക്കും, പക്ഷേ ലഘുവായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം. അനസ് റളിയല്ലാഹു അൻഹു പറയാ, അമ്മാ ഇദാ സ്വല്ലാ ലിനഫ്സി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നന്നായി നീട്ടി നിസ്കരിക്കും. വഖിറാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിൽ ബഖറത്തി വൻ നിസാഇ വ ആലി ഇമ്രാൻ, സൂറത്തുൽ ബഖറയും സൂറത്തുൽ നിസാഉം സൂറത്തുൽ ആലി ഇമ്രാനും ഒക്കെ ഓതിയത് കാനത്ത് ഫീ തഹജ്ജുദിഹി ബില്ലൈലി, തങ്ങൾ രാത്രി ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലാണ്. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് നിസ്കരിച്ച് അവിടുത്തെ അനിഷ്ടക്കത്ത് ഖദമാഹുല്ലുറ മിൻ വറമി, നീര് വന്ന് കാലിങ്ങനെ തടിച്ചുപോയി എന്ന് പറയുന്നു. പൊതുവായുള്ള എല്ലാ നിസ്കാരങ്ങളും തങ്ങൾ ലഘുവാക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ ജുമുഅ നിസ്കാരത്തിൽ ഖുതുബ എന്താകണം? നിസ്കാരത്തെക്കാൾ ചുരുങ്ങണം, ലഘുവാക്കുക. ഈ നബാത്തി ഖുതുബൊക്കെ പൂർണ്ണമായിട്ട് ഓതിയാൽ ഒരുപാട് സമയം പിടിക്കും. അതൊന്നും ഓതേണ്ട ആവശ്യമില്ല, കുറഞ്ഞ ലഘുവായ വിധത്തിൽ ഖുതുബ നിർവഹിച്ചാൽ മതി. നിസ്കാരവും ലഘുവാക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇമാമിന് റുക്കൂയിലോ സുജൂദിലോ എത്തിദാലിലോ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്തുമുള്ള എക്സ്ട്രാ ദിക്റുകൾ ഇമാമിന് സുന്നത്തില്ല, ഇമാമ് ചൊല്ലാൻ പാടില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താ? നിസ്കാരം നീണ്ടുപോകും. അതുപോലെ വലിയ സൂറത്തുകൾ ഓതാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ മഹ്സൂരിങ്ങൾ, ക്ലിപ്തമാക്കപ്പെട്ട ആളുകളല്ലാതെ, ഞാനും എൻ്റെ ഭാര്യയും ഒറ്റക്ക് നിസ്കരിക്കാണ്, ഭാര്യ പറഞ്ഞു എത്ര നീട്ടി ഓതിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ ദീർഘമായി ഓതി നിസ്കരിക്കാം. അതേസമയം ഇന്ന് നമ്മുടെ ഭാഗങ്ങളിലുള്ള എല്ലാ പള്ളികളും മത്രൂക്കായ പള്ളികളാണ്. മത്രൂക്കായ പള്ളികൾ എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്ത് കഴിഞ്ഞ് പൂട്ടിയിടാതെ വീണ്ടും വീണ്ടും ആളുകൾ കയറി നിസ്കരിക്കുന്ന പള്ളിയാണെങ്കിൽ അതൊക്കെ മത്രൂക്കായ പള്ളികളാണ്. മത്രൂക്കല്ലാത്ത പള്ളിയാണെങ്കിൽ, വഴിയോര പള്ളി അല്ലെങ്കിൽ, ഉദാഹരണമായിട്ട് ചില വീടുകൾക്കൊക്കെ പഴയ കാലത്ത് ചെറിയ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ വീട്ടുകാർ നിസ്കരിക്കും, ജമാഅത്തായി നിസ്കരിക്കും, പിന്നെ ആ പള്ളി പൂട്ടിയിടും. അതുപോലെയുള്ള പള്ളികളാണെങ്കിൽ അവിടെ അവരുടെയൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ നീട്ടി നിസ്കരിക്കാം. അതേസമയം ഇന്നത്തെ മിക്ക പള്ളികളും 99% പള്ളികളും മത്രൂക്കായ പള്ളികളാണ്, വഴിയോര പള്ളികളാണ്. അവിടെ ആരും വരാം, കയറി നിസ്കരിക്കാം. അതുകൊണ്ട് അവിടെ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരങ്ങളിലും തഖ്ഫീഫ് നടത്തൽ അനിവാര്യമാണ്, ദീർഘിപ്പിച്ചു ഓതാൻ പാടില്ല. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ,
നമ്മളൊക്കെ തിരക്ക് പിടിച്ച് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി അവിടുത്തെ പള്ളിയിലൊന്ന് ജുമാ നിസ്കരിച്ച് പുറത്തേക്ക് പെട്ടെന്ന് പോകണമെന്ന് തീരുമാനിച്ചാലും നിസ്കാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ദുആയിലൊക്കെ നമുക്ക് പങ്കെടുക്കണം. കാരണം നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട്, അതിലും പങ്കെടുക്കണം. പക്ഷെ പ്രാർത്ഥന ദീർഘിച്ചു പോകുകയാണെങ്കിൽ അതും ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാം ആളുകളെ നോക്കിയിട്ട് ലഘുവാക്കി മാറ്റുക എന്നത് മുത്തുനബിയുടെ ചര്യയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം. അല്ലാഹു തആല ഖൈറായതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.